സംഗീത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരുപാട് പേര് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നന്ദി. എല്ലാവരും ഒരു ഒരു ഫാമിലി പോലെ നമുക്ക് മുന്നേറാം. അപ്പോൾ ഇനിയും വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നിട്ടില്ലാത്തവർക്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഡയറക്റ്റായിട്ട് അനൗൺസ്മെൻറ്റ്സ് എന്നുള്ളൊരു ഇതിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എങ്ങനെയാണ് നമുക്കൊരു പെർഫെക്റ്റ് സ്പിരിച്വൽ പാർട്ട്ണറിനെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും എപ്പോഴും വരുന്ന വാട്സപ്പിൽ വരുന്ന ഡൗട്ടാണ് ഇത് എത്രമാത്രം ആൾക്കാർക്ക് ഈ ഒരു കാര്യം ഡൗട്ട് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പ് മെസ്സേജ് നോക്കിയാൽ മതി. ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ. ഇതൊക്കെ വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത് അറിയില്ല. പക്ഷെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ മെത്തേഡ്, ഇറ്റ് ഈസ് എ വെരി ഏൻഷ്യൻ മെത്തേഡ്. വളരെ പുരാതനമായിട്ടുള്ള ഒരു മെത്തേഡാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള 100% നമ്മളുടെ ഡെഡിക്കേഷനോട് കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എന്താണ് ഈ മെത്തേഡ്? ഇതിനകത്ത് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഈ മെത്തേഡ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ മെഡിറ്റേഷനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഒരു മെഡിറ്റേറ്റീവ് പാർട്ടും കൂടെ ഉണ്ട്. എങ്ങനെയാണ് നമുക്കൊരു ലൈഫ് പാർട്ട്ണറിനെ, നമുക്ക് ഇഷ്ടമുള്ള ഒരു ലൈഫ് പാർട്ട്ണറിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഇഷ്ടമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അപ്പുറത്തെ വീട്ടിലെ രമേശനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ ആ കുട്ടിയെയോ അല്ലെങ്കിൽ ആ വ്യക്തിയോ അട്രാക്ട് ചെയ്യുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത്. അട്രാക്ഷൻ സംഭവിക്കുന്നത്, അങ്ങനെ അട്രാക്ഷൻ സംഭവിക്കില്ല. അങ്ങനെ അട്രാക്ഷൻ മറ്റു പല രീതികളിലൂടെ ആൾക്കാർ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമുക്ക് ഒരാളെ അട്രാക്ട് ചെയ്യുക? ക്വാളിറ്റീസോട് കൂടിയാണ്. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളെ നമുക്ക് ആകർഷിച്ചെടുക്കാം. ഈ ഗുണങ്ങളുള്ള വ്യക്തിയെ നമ്മളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കാം. ഇന്ന വ്യക്തിയെ എന്നൊന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആ വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു വ്യക്തിയെ, എനിക്കിഷ്ടമാണ് ഒരു വ്യക്തിയെ, ആ വ്യക്തിയെ നമ്മളിങ്ങനെ അവളെ വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ വരുമ്പോൾ ജീവിതം മൊത്തം പണിയായിരിക്കും. അല്ലെങ്കിൽ അവൻ വരുമ്പോൾ, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ സിങ്ക് ആവാത്ത ഒരു കുട്ടി ആയിരിക്കാം അത്, അല്ലെങ്കിൽ ഒരു പയ്യനായിരിക്കാം അത്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ഗുണങ്ങളെയാണ് നമ്മൾ ആകർഷിക്കേണ്ടത്. അതാണ് യഥാർത്ഥമായിട്ടുള്ള സ്പിരിച്വൽ വേ, ഗുണങ്ങളെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്രധാനമായിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, ക്ലാരിറ്റി, ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. ഫസ്റ്റ് വൺ ക്ലാരിറ്റി, സെക്കൻഡ് വൺ കണക്ഷൻ, തേർഡ് വൺ വിഷ്വലൈസേഷൻ. 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഇന്ന ഗുണങ്ങളുള്ള വ്യക്തിയെ വേണം എന്നുള്ള ക്ലാരിറ്റി. എനിക്ക് എന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ വേണം. എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ വേണം. എന്ത് പ്രതിസന്ധിയിലും എൻ്റെ കൂടെ ഉള്ള ഒരു വ്യക്തിയെ വേണം. ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയെ വേണം. ഒരുപാട് ഫുഡി ആയിട്ടുള്ളൊരു വ്യക്തിയെ വേണം. ആ വ്യക്തിക്ക് എന്തൊക്കെ ക്വാളിറ്റി വേണം? നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ റോബോട്ടിന് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ നമ്മൾ മൈൻഡിൽ ആ വ്യക്തിയെ പ്രോഗ്രാം ചെയ്യും. അത് എങ്ങനെയുള്ള വ്യക്തി വേണം എന്നുള്ള പ്രോഗ്രാമിങ് നമുക്ക് കൊടുക്കാം. അത് നമ്മുടെ ഈശ്വരീയ സൂപ്പർ കോൺഷ്യസ് പവറിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യാണ് ചെയ്യുക. അത് നമ്മൾ എഴുതുക. ഒരു പേപ്പറിൽ എഴുതുമ്പോഴാണ് അത് കൂടുതൽ പവർഫുൾ ആവുക. എങ്ങനെയുള്ള വ്യക്തി വേണം എന്നുള്ളത് നമ്മൾ എഴുതുക. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും തന്നെ എഴുതുക. ഒരേ കാര്യം തന്നെ എല്ലാ ദിവസവും എഴുതുക. കുറേ പ്രാവശ്യം എഴുതുക. എഴുതുമ്പോൾ അതിന് പവർ കൂടും. അതേപോലെ തന്നെ സെക്കൻഡ് വൺ, ഏറ്റവും വലിയ കണക്ഷൻ എന്താണ്? ആരുമായിട്ടാണ് നമുക്ക് വേണ്ടത്? വേറൊരു വ്യക്തിയായിട്ടാണോ? നമ്മളുമായിട്ടുള്ള കണക്ഷൻ, സ്വയം നീയുമായിട്ടുള്ള കണക്ഷൻ, അല്ലേ? ആ കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും സംഭവിക്കില്ല. കാരണം
നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ എന്താണോ അതിനെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ ഫുള്ള് സംഘർഷമാണ്, നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക അത് വേണം ഇത് വേണം, ഒന്നും നടക്കില്ല. നമ്മൾ നമ്മളെ സ്നേഹിക്കണം, നമ്മൾ സ്നേഹമായി മാറണം. കഴിഞ്ഞ വീഡിയോ അതിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പൊ ഈ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ വരുത്തണം. നമ്മുടെ ഉള്ളിൽ ആ ക്വാളിറ്റീസ്, നമ്മൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണോ അത് നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. നമ്മൾ പറയാണ് എനിക്ക് എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വേണം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ മറ്റുള്ളവരെ എന്ന് ചിന്തിക്കണം. എംപതി, മറ്റുള്ള ആളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള സ്കില്ല് നമുക്കുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മൾ എന്തൊക്കെ സ്കില്ലാണോ മറ്റൊരാളിൽ നിന്ന് ആവശ്യപ്പെടുക അതെല്ലാം കുറച്ചെങ്കിലും, എല്ലാം നമുക്ക് പറ്റില്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മളിലും കൂടെ വളർത്തുക. കഴിവതും നന്മ, പോസിറ്റീവായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള ഗുണങ്ങൾ നമ്മളിലേക്ക് വളർത്തുക. അപ്പോൾ യു സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ്. മനസ്സിലായില്ലേ? സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫിഷ് ലവ് ആയി മാറരുത്. സെൽഫ് ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്ത് സ്വയം സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വയം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ ഹാർട്ടിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുമായിട്ടുള്ള കണക്ഷൻ കൂടും. അപ്പൊ എന്ത് സംഭവിക്കും? യു വിൽ ഫീൽ ദാറ്റ് യു ഡിസേർവ് ഹിം. അതായത് നമുക്ക് തന്നെ തോന്നും, ഞാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങളുള്ള വ്യക്തി, അവൻ എനിക്ക് എന്താ പറയാ, ഞാൻ അതിന് ഡിസേർവിങ് ആണ്, എനിക്കത് കിട്ടാനുള്ള എല്ലാ അബിലിറ്റിയും എനിക്കുണ്ട്, എനിക്കെല്ലാ എന്താ പറയാ ക്വാളിറ്റിയും എനിക്കുണ്ട്. അങ്ങനെയുള്ള ഒരാളെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഗുണങ്ങളും നിറഞ്ഞൊരു വ്യക്തിയാണ്, അത്രയും നന്മകൾ നിറഞ്ഞൊരു വ്യക്തിയാണ് ഞാനും എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ വെറുതെ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് അത് വേണം ഇത് വേണം എന്ന് എഴുതുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് തന്നെ പറയും ഇത്രയും എന്താ പറയാ ദുർഗുണങ്ങളും അങ്ങനെയുള്ള നെഗറ്റീവ് ഇതുമുള്ള നിനക്കാണോ ഇത് അട്രാക്റ്റഡ് ആകുമ്പോൾ നമ്മൾ തന്നെ ഒരു സെൽഫ് ടോക്ക് ഉണ്ടാവും സബ് കോൺഷ്യസ് മൈൻഡിൽ. അപ്പൊ അത് മാറാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഞാനിപ്പോൾ പറഞ്ഞു സെൽഫ് ലവ് ഉണ്ടാവാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് നമ്മളുടെ ബോഡിയെ കെയർ ചെയ്യുക, നമ്മളുടെ മൈൻഡിനെ കെയർ ചെയ്യുക, മെഡിറ്റേഷൻ, യോഗ, വർക്കൗട്ട്, അല്ലെങ്കിൽ സെൽഫ് കെയർ ആക്ടിവിറ്റീസ്, എന്ത് തന്നെ ആവാം, എന്ത് തന്നെ വേണമെങ്കിലും ആവാം. സ്പിരിച്വൽ തന്നെ ആവണമെന്നൊന്നുമില്ല. ഓക്കെ. മൂന്നാമത്തത് വിഷ്വലൈസേഷൻ. നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്തില്ല ശരി. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴോ കണ്ണുകൾ അടച്ചിരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ആ വ്യക്തിയുമായിട്ടാവുമ്പോൾ നമ്മൾ എന്തൊക്കെ സ്ഥലങ്ങളിൽ പോകും, എത്രമാത്രം ഹാപ്പിനെസ് ഉണ്ടാകും എന്നുള്ള വ്യക്തിയെ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സിറ്റുവേഷൻസ് കൊണ്ടുവരാം. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുകയാണ്, വളരെ നല്ല വ്യക്തിയാണ്, അപ്പോൾ വ്യക്തിയുടെ ആവശ്യമില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, ആ വ്യക്തിയെ കുറിച്ച് പറയുന്നതോ ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഓൾറെഡി ഉണ്ട്, നമ്മൾ ജീവിക്കുകയാണ് എന്നുള്ള ഒരു ഇതിൽ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ കണ്ണുകൾ അടച്ച് വിഷ്വലൈസ് ചെയ്യാം. ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ വിളിക്കുകയാണ്, ഞാൻ വളരെ ലക്കിയാണ്, എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ലൈഫിൽ എന്നൊക്കെ നമ്മൾ പല 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 സിറ്റുവേഷൻസ് അതേപോലെ നമുക്ക് ഇത് ചെയ്യാം. അതേപോലെ തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് ഒരുപാട് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. എല്ലാ അഫർമേഷൻസും ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ വീഡിയോ സംബന്ധിച്ചിട്ടുള്ള അഫർമേഷൻസ് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അഫർമേഷൻസ് എല്ലാ പ്രാവശ്യവും അത് ഓഡിയോ ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും ആയിരിക്കും വരിക. അത് നമുക്ക് ഒന്നെങ്കിലും കേൾക്കാം അല്ലെങ്കിൽ വായിക്കാം. ഏതെങ്കിലും ഒരു തരത്തിൽ ഗ്രൂപ്പിലുണ്ടാവും, കമ്മ്യൂണിറ്റിയിലുണ്ടാവും. അപ്പോൾ നിങ്ങളിത് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ തോന്നും യു ഡിസേർവ് ദ ബെസ്റ്റ്. എനിക്ക് ഡിസേർവിങ് ആയിട്ടുള്ളത് ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെൽഫ് ലവ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? നിങ്ങളിപ്പോൾ ഇതൊന്നും വിശ്വസിക്കാത്ത ഒരാളാണെന്ന് വിചാരിച്ചു, ഇതൊന്നും ഈ എന്താ പറയാ ഈ മാനിഫെസ്റ്റേഷനിലും ഒന്നിലും വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഈ ഇത്രയും പറഞ്ഞതിൽ ഇതിന്റെ കോർ എന്താണ്? സെൽഫ് ലവ്, സ്വയം സ്നേഹിക്കുക. സ്വയം സ്നേഹിക്കുമ്പോൾ നടക്കാത്തതായിട്ടൊന്നുമില്ല. സ്വയം സ്നേഹിക്കുമ്പോൾ നമ്മൾ സാധാരണ കാര്യങ്ങളിൽ പോലും ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തും. വ്യക്തികളിലെ നന്മയെ കാണാൻ തുടങ്ങും. നല്ല നല്ല വ്യക്തികളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ തന്നെ ആകർഷിച്ചെടുക്കും. നമ്മളുടെ പോസിറ്റീവ് ഗുണങ്ങളാൽ നല്ല നല്ല വ്യക്തികൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ നിങ്ങളിതൊന്നും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും ഇത് വെക്കുക. അല്ലാതെ നിങ്ങൾ ഒരു കാർ സങ്കല്പിക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഗുണങ്ങളെയാണ് ഇത് സ്പിരിച്വലാണ്.
നമ്മൾ എന്ത് ഗുണങ്ങളെയാണോ നമ്മൾ ധ്യാനിക്കുന്നത് അത് നമ്മളായി തീരും, അത് നമ്മളിലേക്ക് വരും, അത് നമ്മളായി തീരും. നമ്മൾ പോസിറ്റിവിറ്റിയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ പോസിറ്റിവിറ്റി നമുക്ക് വരും. അതാണ് ബുദ്ധിസത്തിന്റെ ഏറ്റവും ഗുണങ്ങളെയാണ് ബുദ്ധിസം ധ്യാനിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഈ ഗുണങ്ങളെ, നമുക്ക് വേണ്ട ഗുണങ്ങളെ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി തന്നെ ആയിരിക്കും നമ്മളുടെ ലൈഫിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുന്നത്. വളരെ പോസിറ്റീവായിട്ട് മാത്രം ഇതൊക്കെ ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷൻസ് എപ്പോഴും വേണം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം. എപ്പോഴും എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ, ഈശ്വരീയ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. നിങ്ങളെല്ലാവരും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.